ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയുകയാണ്, എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇച്ചിരി ഗ്രൈൻഡിങ്ങും ഇച്ചിരി സ്പിന്നും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു, അതിന് അത്യാവശ്യം വ്യൂസ് കയറി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഗ്രൈൻഡിങ് പരിപാടി. അപ്പോൾ നമ്മളിപ്പോൾ കഫേയിലാണ് കറൻലി ഉള്ളത്. ലെവലിപ്പോൾ കറൻലി 1143. ഓക്കെ, ആ ലെവലിലാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഐലൻഡിലോട്ട് വിടാം, എന്നിട്ട് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തിട്ട് പോയി സ്പിൻ ചെയ്യാം. ഒരു 200 ലെവലായാൽ 1200 അപ്പത്തൊട്ട് നമ്മൾ പൈസ കൂട്ടി വെക്കാൻ തുടങ്ങിയാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം ഗൈസ്. അപ്പോൾ കിട്ടുന്ന പൈസ വെച്ച് ഫുള്ളും വാങ്ങിച്ച് കളയലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് ആ ഐലൻഡിലോട്ട് പോകണം. എൻ്റെ ഇപ്പോൾ കറൻറ്റ് ഹോട്ട് ആൻഡ് കോൾഡ് ആണ് കിടക്കണത്. ഹോട്ട് ആൻഡ് കോൾഡിൽ കോൾഡ്. പിന്നെ ഞാൻ ഈ ഐലൻഡിലാണ് ഇപ്പോൾ വരാൻ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ടീറക്സ് കഴിച്ചിട്ടുണ്ട്. ബുദ്ധമറ്റി ടീറക്സ് കഴിച്ചു. കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ട് തന്നെ കഴിച്ചത്. ട്രാൻസ്ഫോർമേഷൻ വെള്ളമൊക്കെ ആക്കി പരിപാടിയൊക്കെ ചെയ്തു കേസ്. ഓക്കെ, ഞാൻ കുറേ ലെവലും കൂട്ടി. ഈ ഇടയ്ക്കൊക്കെ ഫുള്ളും ഗ്രൈൻഡിങ് ആയിരുന്നു. അത്യാവശ്യം ഗ്രൈൻഡിങ് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം 900 ഇല്ലായിരുന്നു, ഇപ്പോൾ 1000 എത്തിച്ച്. ലെവൽ കൂട്ടുന്ന അധികം ഗ്രൈൻഡിങ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും അത്യാവശ്യം ഗ്രൈൻഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഡഞ്ചൺസ് അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഡഞ്ചണൊന്നും ഞാൻ ഡഞ്ചണിൽ കയറാറില്ല. എന്തുവാ ഞാൻ പിന്നെ അൺലോക്ക് ആക്കിയത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് കറൻലി. അപ്പോൾ നമുക്ക് വിൻ്റർ വാരിയറാണ് എടുക്കണത്. അപ്പോൾ നമ്മുടെ സോഡിന് ഇച്ചിരി ലെവൽ കൂട്ടണം. പിന്നെ മറ്റേ 1300 ഒക്കെ ആകുമ്പോൾ അവിടെ പോയി മറ്റേ സോഡ് എടുക്കണം, മറ്റേ റെങ്കോക്കുൻ്റെ സോഡ് എടുക്കണം. അങ്ങനെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഫ്യൂറി മീറ്റർ ആവണം. അടുത്ത എനിക്ക് ടൈഗർ എടുക്കണം. ടൈഗർ എടുക്കണമെന്നുണ്ട്. ടൈഗർ എങ്ങനെയെങ്കിലും ഞാൻ എടുത്തിരിക്കും, അത് ഉറപ്പാണ്. നമുക്ക് അന്നേരത്തേക്ക് ഗ്രൈൻഡ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം എല്ലാവരെയൊക്കെ വിളിച്ച് കളിക്കാം, മൾട്ടിപ്ലെയർ കളിക്കാം. ഇതൊക്കെ ഇതിൽ ജോലൊക്കെ ഉണ്ട്. ജോലി സെക്കൻഡ്സിൽ കയറി, സെക്കൻഡ്സിയിലവൻ കയറിയില്ല. സെക്കൻഡ്സിയിൽ ഈ ഇടക്കങ്ങാണ്ട കയറിയ അവൻ അധികം ലെവല് കൂട്ടാറില്ല. ഇതൊക്കെ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇത്രയും നാൾ നമ്മുടെ ഗിൽഡില്ലായിരുന്നു. 911 ആരാണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ലെവൽ കൂട്ടുന്ന ഡോഫ്ലമിംഗോ, പിന്നെ നിക്കു, എൻ്റെ ഇവൻ്റെ മെയിൻ അക്കൗണ്ടാണെന്ന് തോന്നുന്നു. ഇത് മെയിൻ അക്കൗണ്ട്, ഇത് ബോട്ട് അക്കൗണ്ട്, ഇത് ജോലിൻ്റെ അക്കൗണ്ട്. 710 ലെവൽ. അവനധികം ഗ്രൈൻഡൊന്നും ചെയ്യാറില്ല. ഈ സാധനം ബൗണ്ടി ഇല്ല. ഏറ്റവും താഴത്താണ് കിടക്കണം ബൗണ്ടി ലിസ്റ്റിൽ. ബഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ബഗ് നല്ല രീതിയിലുണ്ടാകും, നെറ്റിൻ്റെ പ്രശ്നം. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ബഗ്ഗൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. വീഡിയോ അല്ല ഞാൻ അല്ലാതെ ഗ്രൈൻഡ് ചെയ്യുന്നത് കേസ്. ബഗ്ഗൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. മഴയൊക്കെ പെട്ടെന്ന് നമുക്ക് കൊല്ലാൻ പറ്റണം കേസ്. ഇപ്പോൾ നമുക്കിപ്പോൾ 1050 ആകാൻ പോകണം. 1150. 1150 ആയാൽ എൻ്റെ ഇപ്പോൾ കോൾഡ് ഐലൻഡാണ് ഹോട്ട് ആൻഡ് കോൾഡിൽ. അവിടുത്തെ ബോസിനെ കൊല്ലാനുള്ള ലെവലാവും ഗൈസ്. നല്ല ഫ്രൂട്ടൊന്നും കിട്ടണ്ട ഗൈസ്, പിന്നെ അത് എടുക്കണം. ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സീനാവും. ടീറക്സ് എനിക്ക് ഞാൻ മാമത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. മാമത്തും പിന്നെ ബുദ്ധ ഉണ്ടായിരുന്നു. മാമത്തും പിന്നെ എൻ്റെ കയ്യിൽ ബുദ്ധ ഉണ്ടായിരുന്നു. ബുദ്ധ ഏതായിരുന്നു, ഒരു ലെജൻഡറി ഫ്രൂട്ടും കൂടി, മാമത്തും ഒരു ലെജൻഡറി ഫ്രൂട്ടും കൂടി വെച്ചിട്ട്
ടീറക്സ് ട്രേഡ് ചെയ്തത്. ഞാൻ മാമത്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മാമത്ത് ഗ്രൈൻഡിങ് ഫ്രൂട്ടൊന്നുമില്ല, ടീറക്സിനേക്കാളും നല്ലതല്ല. അപ്പോൾ ഞാൻ ഇത് കഴിച്ച്, പിന്നെ ഇതായിരിക്കും ഇച്ചിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇച്ചിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതെടുത്തു. ഇത് അപ്പോഴത്തെ കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നേ, ട്രേഡ് ചെയ്യാൻ. അന്ന് എൻ്റെ കയ്യിൽ ഇതും ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കഴിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ കൂട്ടുകാരുടെ കൂടെ കളിച്ചിട്ടുണ്ടിരുന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞ് ഇത് എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിച്ചെന്നുള്ളൂ ജസ്റ്റ്. അന്നും ബുദ്ധിയായിരുന്നു കേസ്, അന്ന് ബുദ്ധിയായിരുന്നു ഇന്ന് കഴിക്കണതിന് മുമ്പ്. അന്ന് അത് 10 ദിവസത്തിന് മുമ്പ് കണ്ട അറിഞ്ഞൂടാ, 2-3 ആഴ്ച, ഒരു 5 ആഴ്ച. ഞാൻ പിന്നെ ഇത് അധികം ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ട്രാൻസ്ഫോർമേഷൻ അൺലോക്ക് ആക്കിയിട്ട് പിന്നെ അധികം ഗ്രൈൻഡ് ചെയ്തിട്ടില്ല കേസ്. പിന്നെ 353 ആയത് അത് ഇച്ചിരി ഗ്രൈൻഡ് ചെയ്തായിരുന്നു. ഇതുപോലെ കൊസ്റ്റൊക്കെ ചെയ്ത് ഇവന്മാരെ തന്നെ അടിച്ചു കൊല്ലണം. ഹോട്ട് ആൻഡ് കോൾഡ് വരെ പോകാൻ എനിക്ക് കഴിയില്ല. ഇവന്മാരാകുമ്പോൾ പെട്ടെന്നല്ല, മറ്റേവന്മാരെ ഇച്ചിരി പാടല്ലേ. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോവാതെ. ഇതാകുമ്പോൾ ലെവലും കൂടും. കൊസ്റ്റ് കഴിഞ്ഞ ലെവൽ പോയി വർത്താനം പറഞ്ഞ് നിൽക്കണോണ്ടേക്ക് ശ്രദ്ധിച്ചില്ലേ. അടുത്ത കൊസ്റ്റ് വാങ്ങിക്കുക ഗൈസ്. വീണ്ടും പോവുക, മരടിച്ചില്ല. ഇത് തന്നെ പരിപാടി. നമുക്ക് അവിടെ പോയിട്ട് വരാം. ടൈഗർ കിട്ടിയാൽ പെട്ടെന്ന് ഓടാനുള്ള സ്പീഡുണ്ടാവും. പിന്നെ അത്യാവശ്യം ഗ്രൈൻഡിങ് ഫ്രൂട്ട്. എനിക്ക് 3rd സീ വരെയും ടൈഗർ കൊണ്ട് പോകാൻ പറ്റും ഗൈസ്. ഇതുകൊണ്ട് 3rd സീ പോകാൻ പറ്റുമെങ്കിലും ടൈഗർ കിട്ടിയ ഇച്ചിരി കൂടി ഡാമേജ് അഡ്വാൻറ്റേജൊക്കെ ചെയ്യും ഗൈസ്. നെറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോയ്ക്ക് വരണമെന്നൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് കാണാനുള്ള രീതിയിൽ നമുക്ക് സെറ്റാക്കി വെക്കാം ഗൈസ്. നെറ്റുണ്ട്, അത്യാവശ്യം നെറ്റുണ്ട്. മാസ്റ്റർ ഇങ്ങനെ കൂടുന്നതാണ് ഗൈസ്. ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കൂടും. ഒരെണ്ണമൊക്കെ വെച്ചാൽ കൂടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാൻ മറ്റടുത്ത് പോയി ഗ്രൈൻഡ് ചെയ്യണമല്ലോ, ഇവിടെ നിന്ന് തന്നെയല്ല ഗ്രൈൻഡ് ചെയ്യണം. XP ഇച്ചിരി കൂടി കിട്ടണമെങ്കിൽ മറ്റടുത്ത് പോകണം. പക്ഷെ മറ്റടുത്ത് പോകാൻ എനിക്ക് കഴിയില്ല. അത് ഏത് ഹോട്ട് ആൻഡ് കോൾഡിൽ. ഞാൻ ആ പാലത്തിൽ വെച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാതെ പാലത്തിൽ പൊട്ടും ഗൈസ്. പാലം പൊട്ടും ട്രാൻസ്ഫോർമേഷൻ. മൂന്നടിക്കുക കളിയന്മാർ. അങ്ങനെ 6 പേരെ കൊന്നു കേസ്. ഇനി ഇച്ചിരി കൂടി കോസ്റ്റ് വേണം. എന്തോ 1095 സ്പിൻ ചെയ്യണ പൈസ എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 200 ആക്കിയിട്ട് പോയേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി പൈസ കൂടിപ്പോയാലും കുഴപ്പമില്ലല്ലേ. 200 മേലെ എന്തായാലും വരികയില്ല. 190 എത്രയാണ്, 97 96 കണ്ടാണ്. രാത്രിയാണെങ്കിൽ ഇച്ചിരി കൂടി സ്പിൻ ചെയ്യുമ്പോൾ ഇച്ചിരി ലെക്ക് കിട്ടണമെന്നാണ് എൻ്റെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പിൻ ചെയ്തിട്ട് രാത്രിയാണ്. രാത്രി സ്പിൻ ചെയ്തപ്പോൾ രാത്രി സ്പിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മാമത്ത് കിട്ടിയത്. ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്താൽ 50 എത്രയാവും. ലെവല് കൂടണുണ്ട് അത്യാവശ്യം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ ഇവിടെ വെച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കാണിച്ചു തരാവേ. നമുക്ക് നോക്കാമല്ലേ. ചിലപ്പോഴൊക്കെ വർക്കാവുള്ളത്.
ചിലപ്പോഴേ ഇത് പൊട്ടിയ താഴെ വഴിയുള്ളൂ, പറയാൻ പറ്റില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ ഇത് വർക്കായിരുന്നു, കണ്ട. ഇത് ഇപ്പം പൊട്ടി. എത്ര പേര് ഡീറക്സ് യൂസേഴ്സ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എത്ര പേരുണ്ട് ഡീറക്സ് യൂസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇനി അടുത്ത ആളെ കൊല്ലാം. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ തോന്നും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കാണിക്കാത്തത്. പിന്നെ എല്ലാം കാണണമല്ലോ, ഒരു വീഡിയോ പോകുമ്പോൾ എല്ലാം വേണ്ടേ അതുകൊണ്ടാണ് നമ്മളിത് കാണിക്കണം, അല്ലെങ്കിൽ നമ്മളത് കാണിക്കില്ല. നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ചുമ്മാ ഒന്ന് ഇച്ചിരിയൊക്കെ ഞാൻ കട്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് ഇച്ചിരി ക്ലിപ്പൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ നോക്കും ഗൈസ്. കാരണം ഇനി ഇച്ചിരി കേയും കൂടി വേണം. അന്നേരത്തേക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വരാം ഗൈസ്. ഇച്ചിരി പൈസ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കൂടി വേണം ഗൈസ്. ഓക്കെ, ഞാൻ ഗ്രൈൻഡ് ചെയ്യേണ്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ക്ലിപ്പും വേണം, വീഡിയോയ്ക്ക് അത്യാവശ്യം അത്യാവശ്യം ലെങ്ത്തെങ്കിലും വേണ്ട ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ 200K അടുത്തെത്തി, അടിക്കാറായി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണും മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അറിഞ്ഞുകൂടാ, നമുക്കൊന്നുകൂടി നോക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി വേണമെന്ന് തോന്നണം. ഇതും കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വേണമെന്ന് തോന്നുന്നു. നെറ്റിൻ്റെ ശോകം കാരണമാണ് കാണിക്കാത്ത, വേറെ ഒന്നുമില്ല ഗൈസ്. അങ്ങനെ ഞാൻ ചിലപ്പോൾ മിണ്ടായിരിക്കും. അത് നിങ്ങൾ അധികം കാര്യമായിട്ട് എടുക്കണ്ട. നല്ല ലാഗുള്ള കൊണ്ടേ നിങ്ങൾ അമ്മേനെ വെരി അപ്പോൾ ഗൈസ്, നമ്മളെ ലാസ്റ്റ് കോസ്റ്റൊക്കെ ആണെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് കോസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് വിടാം. നേരെ ഗ്രീൻ സോണിലോട്ടാണ് പോകാൻ ഗ്രീൻ സോണിൽ നിന്ന് ബഗ്ഗാണെന്ന് തോന്നണേ. ഓക്കെ, നമുക്ക് നേരെ ഇവിടുത്തെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ കഫേയിലോട്ട് വിടാം. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. ഈ സൈഡിലൊക്കെ ഉണ്ടായിട്ടാണെന്ന് തോന്നുന്നു പെട്ടിയിരുന്നത്. എവിടെയായിരുന്നത്? ഇവിടെ ആയിരുന്നെന്ന് തോന്നുന്നു. ഡോ യൂസർ. അപ്പോൾ ഇവിടെയൊന്നും ഇല്ല പെട്ടി. അപ്പോൾ നമുക്ക് നേരെ കഫേയിലോട്ട് വിടാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ അവിടെ. ഓക്കെ, ഇവിടെ കഫേയിലോട്ട് പെട്ടെന്ന് പോകാനൊരു ഐഡിയ ഉണ്ട്. കാണിച്ചു തരാം. ഇവിടെ എത്താൻ കിങ്ഡം ഓഫ് റോസ് എന്ന് എഴുതി കാണിക്കും. ഈ ഷോപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ല, നിങ്ങൾ ചാടിക്കളയാം വെള്ളത്തിലാട്ട്. അല്ലെങ്കിൽ വേണ്ട, ചാടണ്ട. അങ്ങനെ ചാടിയാൽ നമ്മൾ കഫേയിലെത്തും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതൊരു ട്രിക്കാണ്. അങ്ങ് ഡയറക്റ്റ് നേരെ അങ്ങോട്ട് പോയാൽ മതി. എന്തായാലും ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടോ ഗൈസ്?
എൻ്റെ ഒരു വാള് കണ്ടോ ഗൈസ്, ഗ്രാവിറ്റി സോഡ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാവിറ്റി, ഓ ഗുഡ് ഗുഡ് മലൈ, ഗുഡ് ഗുഡ് ഗൈസ്, ഗുഡ്. അവന് കിട്ടിയത് സാധനം ഗുഡായി, ഗുഡ്. ഓക്കെ, പൈസയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. രാത്രിയാണ് ബെസ്റ്റ് ടൈം. അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കറക്കാം. ഓക്കെ, ഓ നല്ല കിട്ടണേ. നെറ്റിൻ്റെ പ്രശ്നം കാരണം മിക്കവാറും വല്ല പൊട്ട സാധനം കിട്ടാൻ ചാൻസ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഞാൻ രാവിലെ ആവും ഗൈസ് മിക്കവാറും. ഓക്കെ, 2-3 അടിയും കൂടി അടിച്ചിട്ട് സ്പിൻ ചെയ്യാം. വെച്ചിട്ട് നട്ടത് കണ്ണൊന്നും അടക്കണില്ല. ഞാനിവിടെ പിടിക്കുകയാണ് ഗൈസ്. നോക്കട്ടെ എന്തുവാണ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ഗസ് ചെയ്തോ. ഞാൻ നേരത്തെ ഒരു കോഡ് അടിച്ച് കൊടുക്കട്ടെ. ഈ കോഡും കൂടി അടിച്ചാൽ ഉറപ്പാണ് എന്തെങ്കിലും നല്ലത് കിട്ടും. ചിലപ്പോൾ ക്കാളും നല്ലത്. ഇവിടെ ഒരുത്തൻ നിപ്പുണ്ട്, ഡാർക്ക് സ്റ്റെപ്പ്. എന്തുവന്ന് നോക്കാൻ ഞാൻ കണ്ടില്ല ഗൈസ് എന്തുവന്ന്. ഓ ഗൈസ്, ഇത്രയും പൊട്ട സാധനം. ഐസാണ്, ഗുഡ് ഫോർ ഗ്രൈൻഡിങ്. എല്ലാവരും വെച്ചോന്ന്. ഓ ഇപ്പം ഞാൻ തിന്നേനെ. ക്യാൻസൽ. ഡ്രോപ്പ് കൊടുത്തതാ. ഉള്ള പൈസയും പോയി.